ചൊവ്വ ദൗത്യങ്ങളെക്കുറിച്ചുള്ള നാസയുടെ പഠനത്തിൽ പങ്കുചേർന്ന UAE ബഹിരാകാശ കേന്ദ്രം 180 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് നാസയുടെ പഠന ദൗത്യം. UAE ബഹിരാകാശ കേന്ദ്രമായ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററാണ് ഇക്കാര്യം അറിയിച്ചത്. ചൊവ്വയിലേക്കുള്ള നീണ്ട ദൗത്യങ്ങളുടെ ഫലങ്ങളെക്കുറിച്ചുള്ള 180 ദിവസത്തെ നാസയുടെ പഠനത്തിൽ ചേർന്നതായി മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ അറിയിച്ചു. ഇതനുസരിച്ച് നാസയുടെ ഹ്യൂമൻ എക്സ്പ്ലോറേഷൻ റിസർച്ച് അനലോഗിന്റെ ഭാഗമായി രണ്ടാമത്തെ അനലോഗ് പഠനം മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ ആരംഭിക്കും. അനലോഗ് പഠനം 4 ഘട്ടങ്ങളിലായി 180 ദിവസത്തെ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തും. അവിടെ അനലോഗ് ക്രൂ അംഗങ്ങൾ ദീർഘകാല ദൗത്യങ്ങളിൽ ബഹിരാകാശ യാത്രികരെ അയക്കുന്നതിന് മുൻപ് ഭൂമിയിലെ ഒറ്റപ്പെടൽ, വിദൂര സാഹചര്യങ്ങൾ എന്നിവ എങ്ങനെ ക്രമീകരിക്കുന്നുവെന്ന് പഠിക്കും. UAE അനലോഗ് പ്രോഗ്രാമിന്റെ രണ്ടാം അനലോഗ് പഠനത്തിന്റെ 4 ഘട്ടങ്ങളിലും പ്രാദേശിക സർവകലാശാലകൾ നൽകുന്ന പഠനങ്ങളും ഉൾപ്പെടും. ആദ്യഘട്ടം ജനുവരി 26-ന് ആരംഭിക്കും. ഇമറാത്തി അനലോഗ് ക്രൂ അംഗങ്ങൾ മെയ് 10-ന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന രണ്ടാം ഘട്ടത്തിൽ നിന്ന് അവരുടെ പങ്കാളിത്തവും ആരംഭിക്കും. അതേസമയം മൂന്നാമത്തെയും നാലാമത്തെയും ഘട്ടങ്ങൾ യഥാക്രമം ഓഗസ്റ്റ് 9-നും നവംബർ 1-നും ആരംഭിക്കും. ജനം, ദുബായ്.